സാന്റാക്ലോസിന്റെ മുഖം മൂടിയിട്ട മരണം, സർജിക്കൽ ബ്ലേഡിന് മീതെയുള്ള സൂപ്പർ ഗ്രിപ്പ്, പക്ക പ്രൊഫഷണൽ മോഡസ് ഓപ്പറാൻഡി, ചാറ്റ ലീഡ് വെച്ച് പേമാരി ബുക്ക് ചെയ്തു പോയവർ. അവരെ എന്ത് വേണമെന്ന് എനിക്കറിയാം. എന്റെ ദൈവമേ, നിങ്ങൾ നിയമം കയ്യിലെടുത്ത് തുറന്ന യുദ്ധത്തിന് ഇറങ്ങുകയാണോ? നിയമം അതെനിക്കോ നിനക്കോ പൊന്നുമണിക്കോ കുഞ്ഞിനോ കൃത്യമായി കിട്ടിയോ? കിട്ടുമോ? എവിടെ സിസ്റ്റം പരാജയപ്പെടുന്നോ അവിടെ മനുഷ്യൻ സ്വയം ആയുധമായി മാറുമെന്ന. സാർ എടുത്തുചാടി ഒന്നും ചെയ്യരുത്. എത്ര ചതികളാ സിദ്ധു, ഏതെല്ലാം രൂപത്തിൽ. ആശുപത്രിയിൽ നടന്ന മാൽ പ്രാക്ടീസും മർഡറും മുതൽ സിദ്ധുവിന്റെ ചെക്ക് ഇഷ്യൂ, എനിക്ക് നേരെയുണ്ടായ മർഡർ അറ്റംപ്റ്റ്. നിരഞ്ജൻ സാറിനെ വഴിതെറ്റിക്കുന്ന അടുത്ത അസുരവിത്താണ് ആ വക്കീൽ. എനിക്ക് ഉറപ്പാ സാറേ, ആ വക്കീല് പരുന്ത് ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ ഒക്കെ അയാളുടെ ആളുകളാണ്. അത് മാത്രല്ല സാറേ, നമ്മളുടെ ലോക്കൽ സോഴ്സ് വഴി ഞാൻ വേറൊരു കാര്യം കൂടി അറിഞ്ഞു. എന്താ സ്വാമി? നിരഞ്ജൻ സാറിനെ ആക്രമിച്ചതിന്റെ പിന്നില് വക്കീലിന്റെ കുടുംബത്തിന് ചെറിയ പങ്കുണ്ടോ എന്നാര് പറഞ്ഞു? അങ്ങനൊരു സംസാരം ആ 50 ലക്ഷം രൂപയുടെ പേരിലുള്ള ചുരുക്ക്, അതെത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയില്ല. സത്യമാവാൻ സാധ്യതയുണ്ട് സ്വാമി. ഇവിടെ വന്ന് സിദ്ധാർത്ഥന്റെ ആ മൂത്ത സഹോദരിയില്ലേ, ആ കുട്ടി ലേശം പ്രശ്നക്കാരിയാണ്. ആ പട്ടാളക്കാരന്റെ ചോരയല്ലേ, അഗ്രസീവ്നെസ് ലേശം കൂടും. അല്ല, എന്തു പറഞ്ഞു ചന്ദ്രലേഖ വക്കീല്? വക്കീലെ നല്ല ധൈര്യം കൊടുത്തിട്ടുണ്ട്. ഞാനും കൂടെ പോയിരുന്നു. ഒരു കൗൺസിലിംഗ് സെഷൻ പോലെ ആയിരുന്നു സംസാരം. പൊന്നുമണിയെ ചന്ദ്രലേഖ നേരെയാക്കി എടുത്തോളൂ. പിന്നെ ഒരു കല്യാണം കഴിയുന്നതോടെ മനസ്സങ്ങ് തണുത്തോളൂ. പക്ഷെ കുഞ്ഞ് അതൊരു നീറ്റിലല്ലേ സിദ്ധു? ഏതൊരു തൈലം പുരട്ടിയാലും മാറാത്തൊരു നീറ്റൽ. എന്തായി സിദ്ധുവിന്റെ കല്യാണക്കാര്യം? ഓ, അത് ദേവികയിൽ തട്ടിത്തടഞ്ഞു നിൽക്കുന്നു അല്ലേ? ദേവിക്കൊരു സമ്മതം മൂളിയാ നടന്നു പോയേനെ. പക്ഷേ ദേവിക്കെന്തോ ഒരേ വാശി. ദേവികയുടെ ന്യായവാദങ്ങൾ ചിലപ്പോ എനിക്ക് തോന്നും ദേവിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ദേവിക്ക് സിദ്ധുവിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ സുധിയുടെ ആത്മാവ് പിണങ്ങുമോ എന്നൊരു ഭയം. അതാണ് സത്യം. അത് മാറും. സുധിയുടെ ആത്മാവ് തന്നെ അത് മാറ്റും. ഹലോ സർ. സിദ്ധാർത്ഥനിക്ക് നിരഞ്ജന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതായിരിക്കും. അതെ, പിന്നെ SITയുടെ കേസ് അന്വേഷണത്തിന്റെ കാര്യങ്ങളും. എന്താ ഈ ചെക്ക് കേസിന്റെ അന്വേഷണം? അതും നടക്കുന്നു സർ. ആ ഒരു കേസിൽ ഞാൻ സിദ്ധാർത്ഥനെ സമ്മതിച്ചു തന്നിരിക്കുന്നു. സിദ്ധാർത്ഥന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തന്റെ 50 ലക്ഷം നഷ്ടപ്പെടാൻ കാരണക്കാരനായ അവനെ കൊല്ലാൻ കൊട്ടേഷൻ വരെ കൊടുത്തേനെ. അല്ല, അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഏയ്, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരുടെ ലോകമാണ്. മാത്രമല്ല 50 ലക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു തുകയുമല്ല. നിങ്ങൾ സംസാരിക്കും. ഞാൻ സിദ്ധാർത്ഥനെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ. അതെന്താ ജയശങ്കർ സാറ് അങ്ങനെ പറഞ്ഞത്? ഏയ്, സാറ് ചുമ്മാ മനസ്സിൽ എന്ത് തോന്നുന്നു അതങ്ങ് പറഞ്ഞു കളയും. സാറ് വല്ലതും എടുത്തുചാടി ചോദിച്ചോ? ഏയ്, ഒന്ന് തൊട്ട് തലോടി. നമ്മളും അത്ര മണ്ടന്മാരില്ലെന്ന് അവരറിയണമല്ലോ. ഡാഡി, എന്താ ഡാഡി എന്ത് തോന്നിയാസാ സിദ്ധാർത്ഥനോട് പറഞ്ഞത്? എന്ത് തോന്നിയാസം? അദ്ദേഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തില് സിദ്ധാർത്ഥനെ സംശയിക്കുന്ന പോലെ എന്ന് ഞാൻ പറഞ്ഞോ?
ഞാനൊരു പൊതു തത്വം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. പൊതുതത്വം കണക്ക് തീർക്കാൻ കൊട്ടേഷൻ സംഘങ്ങളുടെ കൂട്ടുപിടിച്ച് നടക്കുന്നവരുടെ പൊതുതത്വവും പൊതുബോധവും അതായിരിക്കാം. പക്ഷെ മാന്യത ഉള്ളവരുടേത് അതല്ല. ഏത് സന്യാസി കുറുക്കനാണ് ഡാഡിയുടെ മനസ്സിൽ ഇത്തരം വിഷം നിറയ്ക്കുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും വളരെ ചീപ്പായി പോയി. അപമാനിക്കപ്പെട്ടത് ഞങ്ങളാ. എന്തായിരുന്നു സിദ്ധാർത്ഥൻ വക്കീലിന്റെ വരവിന്റെ ഉദ്ദേശം? ആ വക്കീൽ ഇപ്പോ അവരെ അങ്ങ് മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കല്ലേ. നിരഞ്ജന്റെ കേസ് കൂടാതെ അവന്റെ ആ മുറപ്പെണ്ണില്ലേ, ആ കൊല കയറി, ആ അവളുടെ കേസ് നോക്കുന്നതും അയാളാ. ഓ, ആ കേസും അയാൾ ഏറ്റെടുത്തോ? അയാള് നേരിട്ടല്ലെന്നേ, സിദ്ധാർത്ഥ വക്കീല്. ആ വക്കീലിന്റെ പരിചയത്തിലുള്ള ഒരു പെൺ വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലേ ഒരു കുടുംബക്കാരൻ കളിച്ച് നടക്കുക. ചെക്കിന്റെ വിഷയം എന്തായി? നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ബ്ലാസ്റ്റ് ആയില്ലത്? ചെക്കിന്റെ കാര്യത്തിൽ ഒരു കേസ് കൊടുത്തു എന്നല്ലാതെ വക്കീൽ അതൊരു വലിയ പ്രശ്നമൊന്നും ആക്കിയിട്ടില്ല. അല്ല മോനെ, നിന്റെ വക്കീൽ എന്തിയെ? അയാൾ കോടതി പോയി. വല്ലപ്പോഴൊക്കെ കോടതി പോയല്ലേ അയാളും വക്കീലാണെന്നൊരു തോന്നൽ വരത്തോളൂ. അത് ശരിയാ. നിന്റെ വാല് പോലെ നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആ മറ്റന്നാളാണ് മായ രഞ്ജനയുടെ ഓർമ്മ ദിവസം അല്ലേ? മറക്കില്ല മമ്മ. മായ രഞ്ജനയുടെ ചോരയുടെ മണം ഈ കയ്യിൽ ഉള്ളിടത്തോളം കാലം വിശാൽ അത് മറക്കില്ല. അപ്പോ നിനക്കതിൽ പങ്കുണ്ടോ മോനെ? പപ്പയുടെ കുഴിമാടത്തിൽ പച്ചമണ്ണ് വാരിയിട്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നു മമ്മ കരുതിയോ? അത് ഞാൻ വിശദമായിട്ട് പറയാം. വിശാലിന് 18 വർഷം മുമ്പ് പറ്റിയ ഒരു കയ്യബദ്ധമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ നീയാണോ മായരഞ്ജനിയെ? മമ്മ പോലും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുടെ അറകൾ വിശാലിന്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. മായ രഞ്ജനയുടെ ഓർമ്മ ദിവസം എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാ. മമ്മ, എനിക്ക് ഈ ലോകത്ത് മമ്മയോളം തന്നെ, അല്ലെങ്കിൽ മമ്മയേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടതായിരുന്നു എൻ്റെ പപ്പ. ഇപ്പോഴും ഉള്ളിൽ ഒരു നീറ്റിലോടെ മാത്രമേ വിശാലിനും പപ്പയെ ഓർക്കാൻ പറ്റൂ. ആ പപ്പ വെറുതെ അങ്ങ് മരിച്ചതല്ല, ജീവിക്കാൻ കൊതിച്ച് ജീവിതത്തിനും ആയുസിനും വേണ്ടി ഇരുന്നിട്ട് അത് കിട്ടാതെ നിസ്സഹായനായിട്ട് നിറഞ്ഞ കണ്ണുകൾ അടയ്ക്കുന്നത് കണ്ടവനാ ഞാൻ. പപ്പ അവസാനമായിട്ട് കണ്ണുകൾ അടയ്ക്കുമ്പോഴും തോറ്റുപോയവന്റെ കണ്ണുനീര് എനിക്ക് കാണായിരുന്നു. ആ കണ്ണുനീരാ ഒരു ഇന്ധനമായി ഞാൻ കൊണ്ടു നടക്കുന്നത്. അപ്പൊ പക വീട്ടാവുന്നിടത്തൊക്കെ ഞാൻ വീട്ടിൽ കാണും. അതേപ്പറ്റി മമ്മ ഇപ്പൊ കൂടുതലൊന്നും ചോദിക്കണ്ട.